നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇനി ജയിലിലേക്ക് പോകാൻ പോവാണ്. അതെ, രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. കാരണം കുറച്ച് കാലമായി വിഘ്നേഷ് ശിഷർ എന്ന് പറയുന്ന ആൾ അലഹബാദ് ഹൈക്കോടതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കേസ് അതിൻ്റെ സമാപന ഘട്ടത്തിലെത്തുകയാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഔദ്യോഗികമായി ഇന്ത്യ സർക്കാരിന് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പാസ്പോർട്ട് കൈമാറിയതിൻ്റെ രേഖ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ചിന് കൈമാറി. അതിൻ്റെ കോപ്പി വിഘ്നേഷ് ശിശിറിനും കിട്ടിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച രേഖകൾ സഹിതമുള്ള റിപ്പോർട്ട് RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൻ്റെ ഏറ്റവും പുതിയ ലക്കം പ്രസിദ്ധീകരിച്ചു. വലിയ മാറ്റമാണ് അല്ലേ? അപ്പോൾ കുറേ കാലമായി രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട്. രാഹുൽ ബ്രിട്ടീഷുകാരനാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ മത്സരിക്കാൻ, ഇന്ത്യയിൽ MP ആവാൻ, ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവാകാൻ ഒന്നും രാഹുലിന് അധികാരമില്ല. രാഹുലിൻ്റെ പൗരത്വം തന്നെ ഇല്ലാതായിരിക്കുന്ന സാഹചര്യത്തിൽ പാർലമെൻറ്റ് അംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് വിഘ്നേഷ് ശിശർ. ഇത് സമാനമായ വിഷയത്തിൽ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഒരു കേസും ഡൽഹി ഹൈക്കോടതിയിലുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയിൽ ഈ വിഷയം വളരെ മുമ്പേ വന്നിരുന്നു. അതായത് രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ ഒരു പൊതു താൽപ്പര്യ ഹർജി സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതിയിൽ 2019 വന്നിട്ട് പറഞ്ഞു, രാഹുൽ ഗാന്ധി ബ്രിട്ടനിലുള്ള ബാക്കോപ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, ബാക്കോപ്സ് വെച്ചാൽ പിന്നിലെ ഓപ്പറേഷൻസ്, ബാക്കിലെ ഓപ്പറേഷൻസ്, ഒരു ഇടപാട് നടക്കുമ്പോൾ അതിൻ്റെ പുറകിലൊരു ഇടപാടുണ്ട്. അത്തരം പുറകിലുള്ള ഇടപാടുകൾ നടത്തുന്ന ഒരു കമ്പനി എന്നാണ് ബാക്കോപ്സിൻ്റെ അർത്ഥം. ബാക്കോപ്പ് എന്ന് പറയുന്ന ബാക്ക് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ബാക്ക് ചാനൽ ഓപ്പറേഷൻസ് എന്ന് പറയാം. ബാക്കോപ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ്. ആ കമ്പനിയുടെ ഡോക്യുമെൻറ്റിൽ ടാക്സ് കൊടുക്കുന്ന രേഖയിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണിച്ച് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റ് അംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ മുന്നിൽ 2019 ഒരു കേസ് വന്നിരുന്നു. അന്ന് രഞ്ജൻ ഗൊഗോയ് പിന്നീട് പാർലമെൻറ്റ് അംഗമായി അല്ലേ? അതെ, BJP നോമിനേറ്റ് ചെയ്തു രഞ്ജൻ ഗൊഗോയെ. പക്ഷേ രഞ്ജൻ ഗൊഗോയ് ഈ ഡോക്യുമെൻ്റ് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, സംഭവമൊക്കെ ശരിയാണ്, ബ്രിട്ടീഷ് പൗരനാണെന്ന് ബ്രിട്ടീഷ് കമ്പനിയുടെ ഡോക്യുമെൻറ്റിലുണ്ട്. പക്ഷെ അതുമാത്രം പോരാ ബ്രിട്ടീഷ് പൗരനാണ് തെളിയിക്കാൻ. ഒരു കമ്പനി അങ്ങനെ എഴുതി വെച്ച് മനഃപൂർവ്വം രാഹുൽ ഗാന്ധിയെ കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചതാണെങ്കിലോ അങ്ങനെ സംഭവിക്കുക. അതുകൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞ് ആ കേസ് തള്ളിയിരുന്നു. പിന്നീടാണ് വിഘ്നേഷ് ശിശിർ എന്ന് പറഞ്ഞ കർണാടകക്കാരൻ അലഹാബാദ് ഹൈക്കോടതിയിൽ കേസുമായി എത്തി കേസ് വാദം കേട്ടു. അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു, അതിൻ്റെ ഞങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനോട് ബ്രിട്ടനിലെ ഇന്ത്യൻ എംബസി വഴി വിവരങ്ങൾ ചോദിക്കാം എന്ന് അസിസ്റ്റൻറ്റ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കോടതിയിൽ ഉറപ്പ് കൊടുത്തു. എന്നിട്ട് ആ മറുപടി കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്ത് നിൽക്കുകയായിരുന്നു. അവസാനം പലതവണ നമ്മുടെ കേരളത്തിലെ ലാവ്ലിൻ കേസ് പോലെ ഇത് കേസ് മാറ്റി വെച്ചിട്ട് അവസാനം ഹൈക്കോടതിക്ക് മടുത്തു. ഹൈക്കോടതി പറഞ്ഞു, ഇതിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരും മറുപടി തരുന്നില്ല. തരേണ്ടത് അമിത്ഷായുടെ വകുപ്പായ ആഭ്യന്തര വകുപ്പാണ്. അവിടെ നിന്നൊരു മറുപടി കിട്ടുന്നില്ല. ഈ കേസ് ഇങ്ങനെ അനന്തമായി ഓരോ അവധിയും വെച്ചൊന്നും നീക്കാൻ പറ്റില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഞങ്ങൾ ഈ കേസ് ക്ലോസ് ചെയ്യണം. വിഘ്നേഷ് ശിശിർ പിന്നീട് തനിക്ക് വീണ്ടും പരാതി ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉചിതമായ ഫോറം വിദേശകാര്യ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും അവിടെ തന്നെ സമീപിക്കുക, അവരോടൊരു ഡോക്യുമെൻ്റ് ചോദിക്കുക എന്ന് പറഞ്ഞ് ആ കേസ് ക്ലോസ് ചെയ്തിരുന്നു. കേസ് ക്ലോസ് ചെയ്തത് കഴിഞ്ഞ മെയ് 14 അതിനു മുമ്പ് ഡിസംബർ 19 കഴിഞ്ഞ വർഷം ഡിസംബർ 19 ജസ്റ്റിസുമായ രാജൻ റോയും ഓം പ്രകാശ് ശുക്ലയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് അമിത്ഷായുടെ വകുപ്പിനോട് ഈ ഡോക്യുമെൻ്റ് തരാൻ പറഞ്ഞത്. പക്ഷേ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെ ആയപ്പോൾ കോടതിക്ക് മടുത്തു. അങ്ങനെയാണ് കോടതി ഈ കേസ്, അതായത് വിഘ്നേഷ് ശിശിർ ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ പോയി പരാതി കൊടുക്കൂ എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തത്. പക്ഷേ ഇതിനിടയ്ക്ക് വളരെ പെട്ടെന്ന് 2 ആഴ്ച മുമ്പ് വിഘ്നേഷ് ശിശിർ വീണ്ടും കോടതിയിൽ എത്തിയിട്ട് പറഞ്ഞു, രേഖകൾ കിട്ടി, എനിക്കും കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ രേഖകൾ കിട്ടാത്തതുകൊണ്ടാണല്ലോ കോടതി കേസ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഡോക്യുമെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനും ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. എനിക്കും കോപ്പി കിട്ടി. എനിക്ക് കിട്ടിയ കത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റീഓപ്പൺ ചെയ്യണം, എനിക്ക് കിട്ടിയ ഡോക്യുമെൻറ്റ്സ് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് വിഘ്നേഷ് ശിശിർ വന്നത്. അപ്പോൾ വിഘ്നേഷ് ശിശിർ അതുകൂടാതെ വിയറ്റ്നാം ഉൾപ്പെടെ ഉസ്ബെക്കിസ്ഥാൻ, ലണ്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഇടപാടുകളുടെ വീഡിയോസ്, ഫോട്ടോഗ്രാഫ്സ് ഇതെല്ലാം ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കോടതി RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വാർത്തയിൽ രാഹുൽ ഗാന്ധിക്ക്
ബ്രിട്ടീഷ് പാർലമെന്റ് ഉണ്ട്. അത് ബ്രിട്ടനിൽ നിന്ന് UK ഗവൺമെന്റ് അത് സംബന്ധിച്ച രേഖകൾ ഇന്ത്യക്ക് തന്നിരിക്കുന്നു എന്ന് ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നമുള്ള അറിയിപ്പും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകരെ നമുക്ക് കാണിക്കാം. അപ്പോൾ ഈ കേസിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടെന്നല്ലേ ഉള്ളൂ എന്ന് വേണം ചോദിക്കാം. ബ്രിട്ടീഷ് പാസ്പോർട്ട് ആർക്കാണ് കിട്ടുന്നത്? ഇന്ത്യൻ പാസ്പോർട്ട് ആർക്കാണ് കിട്ടുന്നത്? ഇന്ത്യക്കാർക്ക്, ഇന്ത്യൻ പൗരന്മാർക്ക് കിട്ടുള്ളൂ അല്ലേ? അതെ. അപ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് ആർക്കാണ് കിട്ടുക? ബ്രിട്ടീഷ് പൗരന്മാർക്കാണ്. ഒരാൾക്ക് ഒരേ സമയം 2 രാജ്യത്തിൻ്റെ പാസ്പോർട്ട് കൈവശം വെക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ ഏക പൗരത്വമേ ഉള്ളൂ. ഒരേ സമയം 2 രാജ്യത്തിൻ്റെ പൗരത്വം ഇന്ത്യ ഗവൺമെൻറ് ഭരണഘടനാപരമായി അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റ് രാഹുൽ ഗാന്ധിക്കുണ്ടായാൽ ഭരണഘടന പറയുന്ന ഏക പൗരത്വം എന്നുള്ള വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റ് കിട്ടിയ ആ സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടിയ ആ സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പാസ്പോർട്ട് റദ്ദായി. അപ്പോൾ അത് ഇന്ത്യൻ പൗരനല്ലാതെ. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ട് എന്ന് വന്നതുകൂടി തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് അസാധുവായിരിക്കുന്നു, ഇന്ത്യൻ പൗരത്വം അസാധുവായിരിക്കുന്നു. ഇന്ത്യയിലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ പാടില്ല. ഇന്ത്യക്കാർക്ക് മാത്രമേ അനുവാദമുള്ളൂ. രാഹുൽ ഗാന്ധി അത് ചെയ്യാൻ പാടില്ല. ഇത് അതിസങ്കീർണമായ വിഷയമാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് അംഗത്വം റദ്ദാവും. അത് മാത്രമല്ല, ഇന്ത്യൻ പൗരനല്ലാതിരിക്കെ വ്യാജമായി ഇന്ത്യൻ പൗരനാണെന്ന് സത്യവാങ്മൂലം നൽകി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കൊണ്ട് രാഹുൽ ഗാന്ധി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആൾമാറാട്ടം, ഇന്ത്യയെ ചതിക്കൽ, നാടുകടത്തും, അതുകൂടാതെ ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച ആൾ സ്വമേധയാ വിജയിച്ചതായി പ്രഖ്യാപിക്കേണ്ടി വരും. വയനാട് മത്സരിച്ചു, അപ്പോഴും സത്യത്തിൽ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രിയങ്ക വന്നു. പക്ഷെ പ്രിയങ്ക വന്നില്ല. വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി നിലനിർത്തിയിരുന്നെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കുന്ന സാഹചര്യം വന്നേനെ. കാരണം ഓപ്പോസിറ്റ് മത്സരിച്ചത് ഒരു വിദേശിയാണ്. അതെ. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയേക്കാൾ കൂറെപ്പോഴും ആരോടാണ്? വിദേശ രാജ്യങ്ങളോടാണ്. ഇന്ന് നമ്മളെപ്പോഴും പറയും രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ഈ പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ടു മുമ്പും രാഹുൽ ഗാന്ധി എങ്ങോട്ട് പോയി? രാഹുൽ ഗാന്ധി വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം പോകാറുണ്ട്. രാഹുൽ ഗാന്ധി ഒരു വർഷത്തിൽ ഏതാണ്ട് 200ഓളം ദിവസങ്ങൾ ഇന്ത്യയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ? കാരണം ഒരു രാജ്യത്തിപ്പം ബ്രിട്ടീഷ് പൗരത്വം രാഹുൽ ഗാന്ധിക്കുണ്ടെങ്കിൽ മിനിമം 180 ദിവസമെങ്കിലും അവിടെ താമസിച്ചിരിക്കണം. മനസ്സിലായില്ലേ? കാരണം ആ രാജ്യത്തു നിന്ന് അങ്ങനെ അനിശ്ചിതമായി വിട്ടു നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റേ വിസ എടുത്ത് പോകണം. ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധി ബ്രിട്ടൻ്റെ കണക്കുകൂട്ടലിൽ ബ്രിട്ടീഷ് പൗരനാണ്. അവിടുന്ന് പാസ്പോർട്ടുണ്ട്. ആ പാസ്പോർട്ടുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. പക്ഷേ 180 ദിവസത്തിനെങ്കിലും മിനിമം അവരുടെ രാജ്യത്തുണ്ടാവണം. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് പൗരത്വം ക്യാൻസൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഇങ്ങനെ തിരിഞ്ഞ് ബ്രിട്ടൻ വഴി കറങ്ങിയിട്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ വിയറ്റ്നാമിൽ പോകുന്നത് ബ്രിട്ടൻ വഴി, ലണ്ടൻ വഴിയോ അല്ലെങ്കിൽ ബ്രിട്ടനിലെ ഏതെങ്കിലും എയർപോർട്ട് വഴിയായിരിക്കും. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ബഹ്റിനിൽ നിൽക്കുന്നതിൻ്റെ വീഡിയോയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതെ. അപ്പോൾ പലയിടത്ത് പോകുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബ്രിട്ടനിൽ കാല് കുത്തിയിട്ട് ഒരു എൻട്രി എക്സിറ്റ് അടിച്ചാൽ മതി. ബ്രിട്ടനിലുണ്ട്. ബ്രിട്ടീഷ് പൗരനായ അയാൾ ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണ്. അപ്പോൾ വലിയ ഒരു ചതി രാജ്യത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചതി, ഇന്ത്യൻ ഭരണഘടനയോട്, ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളോട്, ഇന്ത്യൻ ജനങ്ങളോട് കാണിച്ച ഏറ്റവും വലിയ ചതിയുടെ ഒരു കഥയാണ് പുറത്തു വരുന്നത്. ബാക്ക് ഓപ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടറായിരുന്നത് ബ്രിട്ടീഷുകാരനായ രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നതും ബ്രിട്ടീഷുകാരനായിരിക്കുന്ന ഒരാളാണ്. ബ്രിട്ടീഷ് ഭരണം വീണ്ടും ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാനുള്ള ശ്രമം നടത്തിയത് എന്നുകൂടി നമ്മൾ ഇതോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.